മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ. സജി ചെറിയാൻ മാത്രമേ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. കാസർകോട്ടെയും മലപ്പുറത്തെയും ജനങ്ങൾ പേര് നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്ന് MK മുനീർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ സ്വന്തം സമുദായം പോലും ഉൾക്കൊള്ളുന്നില്ലെന്നും MK മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാറാട് കലാപത്തിൽ CPM-ന് പങ്കുണ്ടെന്ന വിമർശനം ഉയർന്നിരുന്നെന്ന് പറഞ്ഞ മുനീർ തലശ്ശേരി കലാപത്തിൽ CPM-ന് പങ്കുണ്ടെന്നും ആരോപിച്ചു. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് മാറാട് കലാപം ഉണ്ടായത്. UDF വന്നാൽ തങ്ങൾ പ്രതിപക്ഷത്താവും, ഇവിടെ കലാപമുണ്ടാകുമെന്നാണ് ബാലൻ പറഞ്ഞത്. അതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടതെന്ന് MK മുനീർ പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി സമസ്ത രംഗത്ത്. പാണക്കാട് നടന്ന SYS പൈതൃക സമ്മേളനത്തിൽ മന്ത്രിക്കെതിരെ പ്രമേയം പാസാക്കി. സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനകൾ വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമാണെന്നും അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന സജി ചെറിയാന് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രിക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻ റോഡ് ഷോ ഒരുക്കി സ്വീകരിക്കുമെന്ന് BJP. സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് മോദിയുടെ സന്ദർശനം. രാവിലെ 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,00,000 ലക്ഷം പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S. സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2030 വരെയുള്ള തിരുവനന്തപുരം വികസനത്തിന്റെ ബ്ലൂ പ്രിന്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത്. 11 മണിയോടെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ പരാതിക്കാരി നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര ആരോപണങ്ങൾ. നേരിട്ടത് ക്രൂര ബലാത്സംഗമാണെന്നും ഭീഷണിപ്പെടുത്തിയാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചതെന്നും പറയുന്നു. വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ട്. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയപ്പെടുന്നതായും സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി വ്യക്തമാക്കുന്നു. രാഹുലിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കൂടാതെ ഗർഭഛിദ്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് തത്സമയ ലൈസൻസ് ലഭിക്കുന്ന സംവിധാനം നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റ് ഫലം തത്സമയം സാരഥി സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ച് ലൈസൻസ് നൽകുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് നടപ്പാക്കുന്നത്. പുതിയ സംവിധാനം ഉടൻ നടപ്പാക്കുമെന്നാണ് വിവരം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് 294 ലാപ്ടോപ്പുകൾ വാങ്ങാൻ 1.5 കോടി രൂപ അനുവദിച്ചു. നിലവിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഓഫീസിലെത്തിയ ശേഷമാണ് ലൈസൻസ് അനുവദിക്കുന്നത്. രാവിലെ ടെസ്റ്റ് നടന്നാൽ ലൈസൻസ് വിതരണം വൈകും. പുതിയ സംവിധാനം വരുന്നതോടെ ടെസ്റ്റ് ഫലം ആ സമയത്ത് തന്നെ ഓൺലൈനിൽ ഉൾക്കൊള്ളിക്കും. തുടർന്ന് തത്സമയ ലൈസൻസ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്.